ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇനി വരാനിരിക്കുന്ന അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അപ്പൊ ഇന്നലെ പറഞ്ഞ കഥയുടെ ബാലൻസ് ആണ് പറയുന്നത്. ഇപ്പൊ അലീന ഉള്ളത് പുനലൂര് നമ്മുടെ ഔതക്കുട്ടിയുടെ വീട്ടിലാണ്. കൊട്ടാരം മറ്റത്തിൽ വീട്ടിൽ ചെന്നു. അങ്ങനെ എല്ലാവരും ഒക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അവിടത്തെ ആൻസി ആണെങ്കിൽ അലീന എന്താ പറയുക, വലിഞ്ഞു കയറി വന്ന ഒരു പെങ്കൊച്ചിനെ പോലെയാണ് കാണുന്നത്. ആൻസി കാണുന്നത് മാത്രമല്ല, അതുപോലെ തന്നെയാണ് പെരുമാറുന്നത്. പിന്നെ അലീനയ്ക്കേക ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. ആ വീട്ടിൽ ചെന്നിരിക്കുന്നത് ഷെറിനുമായിട്ട് ഒരു കൂട്ടുണ്ടാക്കി എടുക്കുക, ഷെറിന്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച്, ഷെറിന്റെ കുഞ്ഞിനെ കുറിച്ച് അന്വേഷിച്ച് ആ കുഞ്ഞ് എവിടെയാണെന്ന് കണ്ടെത്തുക എന്ന ഒരു ലക്ഷ്യമാണ് സത്യം പറഞ്ഞ അലീനയ്ക്കുള്ളത്. പിന്നെ ബന്ധുമിത്രാദികളെയൊക്കെ കാണാമല്ലോ. അങ്ങനെ നമ്മുടെ ഔതക്കുട്ടിക്കാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആൻസിയും റോബർട്ടും ഒക്കെ നമ്മുടെ അലീനയെ വലിഞ്ഞു കയറി വന്നവരായിട്ടാണല്ലോ കാണുന്നത്. അങ്ങനെ നമ്മുടെ അലീനയ്ക്ക് അതൊരു മൈൻഡില്ല കേട്ടോ. അലീന ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, ഷെറിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. അങ്ങനെ ഷെറിന്റെ റൂമിനകത്താണ് ആ വീട്ടിലെ പൂച്ചെടിക്കും അതുപോലെ അവിടുത്തെ കുറെ ഫ്രൂട്ട്സും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ആ ഒരു മരങ്ങൾക്കെല്ലാം അടിക്കുന്ന മരുന്നുകള് ഷെറിന്റെ റൂമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു സമനില തെറ്റിയ ഒരു പെണ്ണാണല്ലോ ഈ പറയുന്ന ഷെറിന്. അങ്ങനെ ഇരിക്കെ ആ ഒരു സ്ഥലത്ത് ഈ പറയുന്ന കീടനാശിനികളൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് മാനസിക നില തെറ്റുന്നതെന്ന് അറിയില്ല. അതൊക്കെ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അത് നമ്മുടെ ഔതക്കുട്ടിയോട് പറയാണ് കേട്ടോ. ആര്? അലീന പറയാണ് ഔതക്കുട്ടിയോട്, എന്താ വല്യപ്പച്ച ഇത്? വല്യപ്പച്ചനൊരു വെളിവും ബോധം ഇല്ലേ? എന്തിനാ ഈ മരുന്നുകളൊക്കെ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്? അതും ഈ മരുന്നുകളൊക്കെ കീടനാശിനികളല്ലേ. ഇതൊക്കെ എടുത്ത് അറിയാതെയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? ഇതൊന്നും അത്രയ്ക്ക് ശരിയൊന്നും അല്ല കേട്ടോ. വല്യപ്പച്ചന്റെ മോളല്ലേ വല്യപ്പച്ച, വല്യപ്പച്ചനല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അലീനയുടെ കണ്ണിലുണ്ടാകുന്ന ആ ഒരു തീഷ്ണതയും അലീനയുടെ സ്വരത്തിൽ ഉണ്ടാകുന്ന ആ ഒരു ഗാംഭീര്യവും എന്താ പറയുക, എന്തോ നമ്മുടെ അലീനയ്ക്ക് വല്ലാണ്ടങ്ങ് ദേഷ്യം വന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു ബന്ധവും ഇതുവരെ ഇല്ലാത്ത നമ്മുടെ ഷെറിനോട് അലീനയ്ക്കുള്ള സ്നേഹം എന്താണ്, എത്രമാത്രം സ്നേഹം അലീനയ്ക്ക് ഉള്ളത് എന്ന് നമ്മുടെ ഔതക്കുട്ടിക്ക് മനസ്സിലാവും. അലീന അങ്ങനെയാണല്ലോ. അതിപ്പോ നമ്മുടെ ഷെറിനെ കൂട്ടുകാരിയാക്കാനോ അല്ലെങ്കിൽ ഷെറിനോട് കാര്യങ്ങൾ അന്വേഷിക്കാനോ വന്നതല്ലെങ്കിൽ കൂടി അലീന ഇങ്ങനെ പറയത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് വല്യപ്പച്ചനൊരു കാര്യം ചെയ്യണം, ഇതെല്ലാം ഈ റൂമിൽ നിന്ന് എടുത്തോണ്ട് പൊക്കോ, ഞാനിത് ക്ലീൻ ചെയ്തു തരാം എന്നും പറഞ്ഞു അവിടെ ഇരിക്കുന്ന സാധന സാമഗ്രികളെല്ലാം എടുത്ത്, വേസ്റ്റും അതുപോലെ തന്നെ എന്താ പറയാ അവിടെ ഇരിക്കുന്ന ആ മരുന്നുകളും, വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇങ്ങനെ മരുന്നുകളൊക്കെയാണ്. അപ്പൊ അതെല്ലാം എടുത്ത് നമ്മുടെ അലീന മാറ്റി ഔതക്കുട്ടിയുടെ കൈ കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഷെറിന് അവിടെ ഉണ്ട്. ഇതൊക്കെ കണ്ടോണ്ട് ഷെറിന് ഇരിപ്പുണ്ട്. ഷെറിനാണെങ്കിൽ അവിടെ ഒരു ബൈബിളും പിടിച്ച് അവിടെ ഇരിക്കുന്ന ഒരു പാവക്കുട്ടീനെയൊക്കെ നോക്കി എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കും. അലീനയെ വലിയ കാര്യമായിട്ട് മൈൻഡ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരുന്ന് ഷെറിനൊക്കെ അങ്ങനെ ഇരുന്ന് പോവാണ്. അപ്പോഴത്തേക്ക് ഷെറിൻ മരുന്ന് കുടിച്ചിട്ടില്ലല്ലോ, രാത്രിയും മരുന്ന് കഴിച്ചില്ല. അപ്പൊ അലീന എന്ത് ചെയ്തു, വല്യപ്പച്ച ആ മരുന്ന് തന്നെ ഷെറിൻ ചേച്ചിക്ക് കൊടുക്കാനുള്ള മരുന്ന് ഇങ്ങ് തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് വേണ്ടി, നീ ഷെറിൻ ചേച്ചിന്ന് വിളിക്കാതെ, അത് നിന്റെ ഷെറിൻ ചേച്ചി അല്ല, നിന്റെ ഇളയമ്മയാ. ഇളയമ്മന്നോ അപ്പച്ചിന്നോ അപ്പച്ചിന്ന് വിളിക്കുന്നീ, നിന്റെ അപ്പച്ചിയല്ലേ അത്, ഷെറിൻ അപ്പച്ചി അങ്ങനെ വല്ലതും വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും, പിന്നെ എനിക്ക് ഷെറിൻ ചേച്ചിന്ന് വിളിക്കുന്ന ഇഷ്ടം, ഞാൻ എന്റെ സ്വന്തം ചേച്ചീനെ പോലെ, എന്റെ സ്വന്തം കൂടപ്പറപ്പിനെ പോലെയാണ് കാണുന്നത്, ഞാൻ അങ്ങനെ കണ്ടോളാം. ഞാനിപ്പോ ഷെറിൻ ചേച്ചിന്ന് വിളിച്ചെന്ന് ഓർത്തോണ്ട് ഇപ്പൊ എന്താ, ഇനിയിപ്പൊ കുഞ്ഞമ്മ, വലിയമ്മ, ഇളയമ്മ, അപ്പച്ചി, കുപ്പച്ചി എന്നൊന്നും വിളിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഷെറിൻ ചേച്ചിന്നേ വിളിക്കത്തുള്ളൂ എന്നും പറഞ്ഞിട്ട് ആ മരുന്ന് തന്നെ വല്യപ്പച്ചാന്ന് പറഞ്ഞ് ആ മരുന്ന് പിടിച്ച് മേടിച്ചു. എന്നിട്ട് ഇത് നേരെ ഷെറിന് കൊണ്ട് കൊടുക്കാണ്. അപ്പൊ ഷെറിൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും, അതെ ഇങ്ങോട്ട് നോക്കിക്കേ ഷെറിൻ ചേച്ചി, ഷെറിൻ ചേച്ചി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ആരാണെന്ന് ഷെറിൻ ചേച്ചിക്ക് അറിയാമോ? ഞാൻ പറഞ്ഞു തരാം. ഞാനേ ഷെറിൻ ചേച്ചിയുടെ ഇവിടത്തെ ലാലിച്ചനില്ലേ, ഷെറിൻ ചേച്ചിയുടെ മൂത്ത ആങ്ങളയുടെ മോളാണ് കേട്ടോ. ദേ ഈ ഗുളിക ഞാൻ തന്ന ഷെറിൻ ചേച്ചി കഴിക്കുവോ? അപ്പൊ ഷെറിനൊന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്നിട്ട് ഷെറിനോട് അലീന പറഞ്ഞു, ഈ കണ്ണുകളിലെ ഒരമ്മയുടെ സ്നേഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനും ഒരമ്മയുടെ സ്നേഹം കൊതിച്ച് നടക്കുന്ന പെൺകുട്ടിയാ. അപ്പൊ ഒരമ്മയ്ക്ക് എത്രമാത്രം സ്നേഹം മോൾക്ക് കൊടുക്കാനുണ്ടാകും, അല്ലെങ്കിൽ മോന് കൊടുക്കാനുണ്ടാകും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഈ കണ്ണുകളിൽ ഒരു അമ്മയുടെ സ്നേഹം ഉണ്ട്. ആ സ്നേഹം മുഴുവൻ ആ കുഞ്ഞിന് തന്നെ കൊടുക്കണം. ആ കുഞ്ഞിന് തന്നെ കൊടുക്കാനായിട്ട് ഷെറിൻ ചേച്ചീനെ കൊണ്ട് പറ്റുന്ന പറയുമ്പോ, അപ്പൊ എന്റെ കുഞ്ഞ് എവിടെയാ ഉള്ളതെന്ന് അലീനയ്ക്ക് അറിയാമോ? എനിക്കറിയാന്നേ. എന്നാ പിന്നെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണിച്ചു തരുമോ? ആ കാണിച്ചു തരാം. അതിനെ നമ്മളിങ്ങനെ എടുത്തു ചാടി ഓരോന്ന് ചെയ്തിട്ട് ഒരു കാര്യമില്ല, കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം.
അതിനു മുമ്പ് എന്താ ചെയ്യേണ്ടത്? ഷെറിൻ ചേച്ചിയുടെ അസുഖമൊക്കെ മാറണ്ടേ? എനിക്കൊരു അസുഖവും ഇല്ലെന്നേ, എനിക്കൊരു അസുഖവും ഇല്ല. വെറുതെ ഇവരെന്നെ ഇവിടെ ഇട്ടിട്ട് അസുഖം ഉണ്ടെന്ന് പറയാ. എന്റെ കുഞ്ഞിനെ കാണാത്തതിന്റെ വിഷമമല്ലേ എനിക്കുള്ളത്. അത് അസുഖമാണോ അലീന? അത് അസുഖമല്ല, അത് കുഞ്ഞിനെ കാണാത്തതിന്റെ വിഷമം തന്നെയാണ്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. ഇപ്പം ഒരു കാര്യം ചെയ്യാം, ഷെറിൻ ചേച്ചി ഈ ഗുളിക കഴിക്കാൻ പറഞ്ഞു. ഏതായാലും ഷെറിൻ ആ ഗുളിക മേടിച്ചിട്ട് കഴിക്കുന്നത് പോലെ ആക്ട് ചെയ്യാണ്. നാക്കിനടിയിൽ അത് ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴത്തേക്കും അലീന പറഞ്ഞു, അതെ ആ വാ തുറന്നേ ഞാനൊന്ന് കാണട്ടെ. അപ്പൊ വാ തുറന്നപ്പോഴത്തേക്കും ഷെറിൻ പറഞ്ഞു, ഗുളികയില്ലല്ലോ, ഞാൻ ഗുളിക കഴിച്ചു. അല്ലേ, ആ നാക്കിന്റെ അടി ഒന്ന് കാണിച്ച്. അത് പിന്നെ അപ്പോഴത്തേക്കും അലീന, നാക്കിന്റെ അടി കാണിക്കുന്നുണ്ടോ? ഇങ്ങനെ പറഞ്ഞാൽ അനുസരിക്കാതിരുന്ന കുഞ്ഞിനെ കിട്ടുവോ? ഇല്ലല്ലോ. പറഞ്ഞാൽ അനുസരിച്ചാലല്ലേ ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞിനെ ഷെറിൻ ചേച്ചിക്ക് കിട്ടത്തുള്ളൂ. അതെ, എന്റെ കുഞ്ഞിനെ എനിക്ക് വേണം, എനിക്ക് കുഞ്ഞുവാവേം വേണം, അതുപോലെ തന്നെ എന്റെ ടോമിച്ചായനെ വേണം എന്നൊക്കെ പറഞ്ഞപ്പോ ഇവരെ എല്ലാവരെയും നമുക്ക് ഇവിടെ കൊണ്ടുവരാം, പോരെ? അന്നാ ഗുളിക കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ ഗുളികയൊക്കെ കഴിപ്പിച്ചു. ഏതായാലും ആ ഗുളിക കഴിച്ചു. ആ ഗുളിക കഴിപ്പിച്ചിട്ട് വെള്ളമൊക്കെ കുടിപ്പിച്ച് ഷെറിൻ ചേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അലീന ഇറങ്ങിപ്പോയി. ഏതായാലും അലീന പറയുന്നത് കേൾക്കാനും അലീന പറയുന്നത് എന്താ പറയാ അംഗീകരിക്കുവാനുള്ളൊരു മനസ്സ് ഷെറിൻ കാണിക്കുന്നുണ്ട്. ഏതായാലും ഈ സമയത്ത് പുറത്തിറങ്ങി. അപ്പൊ വല്യപ്പച്ചൻ ചോദിച്ചു, അല്ല നീ ഗുളിക കൊടുത്തോ ഷെറിന്? അവള് ചിലപ്പോൾ കഴിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം അതൊക്കെ ഞാൻ കൊടുത്തു, അതൊക്കെ ഷെറിൻ ചേച്ചി കഴിച്ചു എന്നുള്ളപ്പോ അതെങ്ങനെ നീ കഴിപ്പിച്ചു? അതൊക്കെ എനിക്കൊരു മെരുക്കുന്ന ഒരു ഇതുണ്ട്, അങ്ങനെ ഞാൻ കൊടുത്തു. അവിടെ എത്ര രോഗികൾക്കാണ് ഞാൻ മരുന്ന് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മനസ്സ് വെച്ചാലേ അവര് മരുന്നൊക്കെ കഴിക്കുന്നേ, അവരോട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. അവരെ രോഗികളെ പോലെ നമ്മളും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ നമ്മളോടും പ്രതികരിക്കത്തുള്ളൂ. ഒരു കാര്യം ചെയ്യാനാ, എനിക്കേ ഒരു ചീപ്പ് വേണം എന്ന് പറഞ്ഞിട്ട്, ചീപ്പോ എന്തിനാ? അത് ഷെറിൻ ചേച്ചിയുടെ മുടിയൊക്കെ ആകെപ്പാടെ പടർന്നു പിടിച്ച് കിടക്ക, ആ തലമുടിയിൽ ഒരു ശകലം എണ്ണ പോലും ഇല്ല. അതൊക്കെ ഒരു ചീകി കെട്ടി കൊടുക്കട്ടെ. ഞാന് എണ്ണ എവിടെയാ വല്യപ്പച്ച? അടുക്കള കയറിയ പ്രശ്നമാവോ? ഏതായാലും ഞാൻ എണ്ണ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് എണ്ണയൊക്കെ എടുത്തോണ്ട് വല്യപ്പച്ചൻ കൊടുത്തു. നേരെ എന്ത് ചെയ്തു, നമ്മുടെ ഷെറിന്റെ തലമുടി ചീകി കെട്ടാനായിട്ട് അലീന റൂമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് ചീകി തലമുടി കെട്ടിക്കൊടുത്തപ്പോഴത്തേക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഷെറിൻ അത് വീണ്ടും ചൊറിഞ്ഞ് അത് വീണ്ടും അലങ്കോലപ്പെടുത്തിട്ടോ. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷെറിൻ ചോദിച്ചു, അല്ല ഞാനിത് ചെയ്യുന്നത് കൊണ്ട് നീ മടുക്കുന്നില്ലേ അലീന? ഞാന് വീണ്ടും ഇത് ഇങ്ങനെ ആക്കുമ്പോ അലീന വീണ്ടും കെട്ടിത്തരുന്നുണ്ടല്ലോ, അപ്പൊ അലീനയ്ക്ക് മടുപ്പ് തോന്നുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഒരു മടുപ്പും തോന്നുന്നില്ല. ഷെറിൻ ചേച്ചി നല്ല കുട്ടിയല്ലേ, എനിക്കറിയാം. അതുകൊണ്ട് ഇനി ഞാൻ കെട്ടിത്തന്ന ഷെറിൻ ചേച്ചി ഇത് അഴിച്ചു കളയത്തില്ല. അപ്പോഴത്തേക്ക് ഷെറിൻ എന്ത് ചെയ്തു, പിന്നെ കെട്ടിയത് അഴിച്ചു കളഞ്ഞില്ല കേട്ടോ. അങ്ങനെ അലീന തലയിൽ എണ്ണയൊക്കെ വെച്ചു കൊടുത്ത് തലമുടിയൊക്കെ ചീകി കെട്ടി ഒരുക്കി നമ്മുടെ ഷെറിനെ ഒരു സുന്ദരി കുട്ടിയാക്കി നിർത്തി. വല്യപ്പച്ചൻ ഇത് കണ്ടിട്ട്, അതായത് ഔതക്കുട്ടിക്ക് ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് കേട്ടോ. ഒരു ഭ്രാന്തിയെ പോലെ നമ്മുടെ ഷെറിൻ ആ മുറിക്കുള്ളിൽ കിടക്കുകയായിരുന്നല്ലോ. എന്തൊക്കെ പറഞ്ഞാലും ഒരു അപ്പൻ അത് കാണുമ്പോഴുണ്ടാകുന്ന വേദന എന്തുമാത്രമാണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പിന്നെ അവിടെ വലിയൊരു വൻ പ്രക്ഷോഭം നടക്കാൻ പോകുന്നത്. അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പം നമ്മുടെ അലീനയ്ക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഇവരെ ഔതക്കുട്ടിയെ പോലും വിളിക്കുകയോ ചെയ്തില്ല. നമ്മുടെ ആൻസി ഭക്ഷണം വിളമ്പി വെച്ചിട്ട് ആൻസിയുടെ അമ്മയ്ക്കും അതുപോലെ തന്നെ ആൻസിയുടെ കെട്ടിയൻ റോബർട്ടിനും ആൻസിക്കും മാത്രം വിളമ്പി. എന്നിട്ട് ഭക്ഷണം കഴിച്ചു തീരാറായപ്പോഴാ അലീനയും അതുപോലെ ഔതക്കുട്ടിയും വന്ന് ഇത് കാണുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടി ചോദിച്ചു, അല്ല ഇതെന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളെ വിളിക്കാതിരുന്നത്? അല്ല പതിവ് പോലെ അല്ലല്ലോ എന്നൊരു ഇതെന്താ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളൊന്ന് വിളിക്കുക പോലും ചെയ്തില്ല അല്ലേ? ഇവിടെ ഒരു വെങ്കച്ചുണ്ടെന്ന് അറിയത്തില്ലേ? ആ കൊച്ചിന് ഇവിടുത്തെ ശീലമൊന്നും പരിചയമില്ലെന്ന് അറിയത്തില്ലേ? എന്താ ആൻസി ഇതെന്ന് ചോദിച്ചപ്പം അങ്ങനെയല്ല കേട്ടോ, പോകുന്നവർക്കും വരുന്നവർക്കും വലിഞ്ഞു കയറി വരുന്നവർക്കും ഒക്കെ വിളമ്പി കൊടുക്കാനേ ഇത് അഗതി മന്ദിരമല്ല അപ്പച്ചാന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിക്ക് ദേഷ്യം വന്നു. റോബർട്ടെ, എന്താ ഇവളീ പറയുന്നത്? ഇവളിങ്ങനെ ശബ്ദിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ കഴിവുകേടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും റോബർട്ട് പറഞ്ഞു, അവള് പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കുന്നത് അപ്പച്ച? അവള് പറഞ്ഞത് ശരിയല്ലേ. ഇങ്ങനെ കേറി വരുന്നവർക്കും പോകുന്നവർക്കും വിളമ്പി കൊടുക്കാനായിട്ട് ഇതാ അഗതി മന്ദിരം അല്ലല്ലോ. എവിടെ നിന്നോ ഒരു പെങ്കൊച്ചു വന്നിട്ട് അതിൽ ആലിച്ചനച്ചായന്റെ കൊച്ചാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇവളെ എടുത്ത് സ്വീകരിച്ച് ഇവിടെ കയറ്റി കട്ടിലേ കടത്തി ഇരുത്തി ഉറക്കി ഊട്ടി വിളമ്പി, ഇതൊന്നും ഇവിടെ നടക്കുന്ന കേസല്ല എന്ന് പറഞ്ഞപ്പോ റോബർട്ടെ, ഞാൻ നിന്നോട് ഒരു തവണ പറഞ്ഞു, നീ ഈ കാണിക്കുന്നത് വെറും ചെറ്റത്തരമാണെന്ന്. അതിപ്പം ആരും ആയിക്കോട്ടെ,
ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ കയറി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിച്ചക്കാരാന്നും പറഞ്ഞ് അവരെ ഇറക്കി വിടുന്ന സ്വഭാവമല്ല കൊട്ടാരം മറ്റത്തിൽ ഔതക്കുട്ടിക്കും ഔതക്കുട്ടിയുടെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത്. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അവരെ കയറ്റിയിരുത്തി വയറ് നിറച്ച് ആഹാരം കൊടുത്തിട്ട് വിടുന്ന ശീലമാണ് ഔതക്കുട്ടിയുടെ ഭാര്യയ്ക്കും ഔതക്കുട്ടിക്കും ഉണ്ടായിരുന്നെന്ന് നിനക്കറിയാലോ. അത് നിന്റെ ഭാര്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് ആരാ? നീയാ. ദേ, ഇനി ഇത് മേലാൽ ആവർത്തിച്ചു പോകരുത്. ഇവളുടെ ശബ്ദം ഇച്ചിരി കൂടുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അത് നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാ. പറഞ്ഞു മനസ്സിലാക്കിപ്പിച്ചോ. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. ദേ, മോളെ നന്നായിട്ട് സംസാരിക്കാൻ പഠിപ്പിച്ചോണം, ഇല്ലെങ്കിലേ എന്റെ സ്വഭാവം മാറുന്ന ഈ ആൻസിയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആൻസിയുടെ അമ്മയോടും പറഞ്ഞു. ആൻസിയുടെ അമ്മ, ഓ, ഞാൻ എന്ത് പറയാനാ ഔതക്കുട്ടിച്ചായ, ഇതൊക്കെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ശീലമല്ലേ, ഞങ്ങളുടെ കുടുംബത്തിലൊന്നും ഇങ്ങനെ ആരും കയറി വന്നിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങളുടെ കുടുംബത്തിൽ ഇതല്ല ശീലമെങ്കിലേ ഇവിടത്തെ ശീലം ഇങ്ങനെയാണെന്നങ്ങ് കരുതിക്കോ. ഇവിടത്തെ ശീലത്തിനനുസരിച്ച് പോകാൻ പറ്റിയില്ല എങ്കിൽ മോളെയും വിളിച്ചോണ്ട് പോകാൻ നോക്കിക്കോ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഔതക്കുട്ടിച്ചായൻ അലീനോട് പറഞ്ഞു. ഇനി ഇവളുടെ ഒന്നും എച്ചില് കഴിക്കാനേ എന്റെ കൊച്ചുമോളെ കിട്ടത്തില്ല, എനിക്കും വേണ്ട, ഞങ്ങൾക്ക് പുറത്തു പോയി കഴിക്കാൻ അറിയാം, വാ അലീന എന്ന് പറഞ്ഞുകൊണ്ട് അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോയിട്ടോ. അപ്പൊ അലീന പറഞ്ഞു, എന്താ വല്യപ്പച്ച ഇങ്ങനെയൊക്കെ പറയുന്നത്? വല്യപ്പച്ചൻ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? ദേ, അന്നത്തിന്റെ മുമ്പിൽ അവര് കിടന്ന് എന്തെങ്കിലും പറഞ്ഞെന്നോർത്ത് നമ്മള് അന്നത്തിനോട് കൊതിക്കറിവ് കാണിക്കാൻ പാടില്ല. എവിടെ നിന്ന് അന്നം കിട്ടിയാലും നമ്മൾ കഴിക്കണം. അതുകൊണ്ട് അവര് കഴിച്ചിട്ട് എണീക്കട്ടെ, നമുക്ക് പുറത്തു പോയൊന്നും കഴിക്കണ്ട, ഈ ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമുണ്ടോ? ഓ, തുടങ്ങി അവളുടെ വേസ്റ്റ് ആക്കല്. അന്ന് വെച്ച നാണം കെട്ട് ഇവരുടെ കൈയിട്ട് വരാൻ വേണ്ടി നിനക്ക് നാണമില്ലേടി? അത് പിന്നെ നാണവോ? നാണോ മാനോ ഒക്കെ എന്നോട് ചോദിക്കല്ലേ വല്യപ്പച്ച. അതെ, അപ്പനും അമ്മയും ആരാന്നറിയാതെ ഒരു തെണ്ടിപ്പെണ്ണായിട്ട് പല വീടുകളുടെ മുമ്പിൽ പോയി കൈ നീട്ടിയിട്ടുണ്ട്, ഉടുക്കാനും ഉണ്ണാനും ഒക്കെ. അപ്പോഴൊന്നും എനിക്ക് ഈ നാണമില്ലായിരുന്നല്ലോ, പിന്നെ എന്തിനാ ഞാനിപ്പോ ഈ നാണം വെച്ചോണ്ട് നടക്കുന്നത്? അതുകൊണ്ട് വല്യപ്പച്ചൻ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഔതക്കുട്ടിയുടെ കണ്ണൊക്കെ നിറഞ്ഞു. ഔതക്കുട്ടിക്ക് എന്താ പറയാ, ഒരു എന്താ നമ്മുടെ അലീനയുടെ മുമ്പിൽ ചുളുങ്ങിപ്പോയൊരവസ്ഥയായി പോയി. താനും കൂടെ കാരണമാണല്ലോ തന്റെ കൊച്ചുമോള് തന്റെ വീട്ടിൽ പോയി ഒരു നേരത്തെ ആഹാരത്തിനും വസ്ത്രത്തിനും വേണ്ടി കൈ നീട്ടിയത് എന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ റോബർട്ടിനോട് എന്തൊക്കെയോ വിളിച്ച് ആൻസി പറയുന്നുണ്ട്, ഭയങ്കര ശബ്ദത്തിൽ സംസാരിക്കുന്നുണ്ട്. ആൻസിനെ ഒതുക്കാനായിട്ട് റോബർട്ടിന് പോലും കഴിയുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് സഖി കെട്ട് റോബർട്ട് ഒന്ന് മിണ്ടാതെ ഇരിക്കുന്നുണ്ടോ, നീ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. കിടക്കേ ചെന്ന് കിടന്നോണ്ടാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ റോബർട്ടിനോടെ. അപ്പൊ ആൻസി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഓവറായി കഴിഞ്ഞപ്പോ റോബർട്ടിനും ഇഷ്ടപ്പെട്ടില്ല. കാരണം റോബർട്ടിന്റെ സ്വന്തം രക്തമാണല്ലോ ഈ പറയുന്ന നമ്മുടെ ഒരേ രക്തമാണല്ലോ ലാലിച്ചൻ. അപ്പൊ പറയുന്നതിനൊരു അതിരുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് നീ ഒന്ന് കയറി കിടന്ന് ഉറങ്ങടി എന്ന് പറഞ്ഞു. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ അലീന കിച്ചണിൽ കയറി. എന്നിട്ട് ഔതക്കുട്ടിക്കും അലീനയ്ക്കുമുള്ള ചോറൊക്കെ വിളമ്പുകയാണ്. ആ കിച്ചൺ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറയാലോ, പന്നിക്കൂട് അതിനേക്കാളും മെനയായിട്ട് തോന്നും. അതുപോലെയാണ് ആ കിച്ചൺ കിടക്കുന്നത്. അലീന അതെല്ലാം കണ്ടിട്ട് അറപ്പോട് കൂടി തന്നെയാ നോക്കുന്നത്. പക്ഷെ അലീന ഭക്ഷണം കഴിക്കാതിരുന്നില്ല കേട്ടോ. അലീന ഭക്ഷണം കൊടുത്തു, ഔതക്കുട്ടിക്കും കൊടുത്തു, അലീനയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഔതക്കുട്ടിയോട് പറഞ്ഞു, അച്ഛൻ പോയി കിടന്നു, അല്ല അപ്പച്ചൻ പോയി കിടന്നു, വല്യപ്പച്ചൻ പോയി കിടന്നു, എനിക്ക് ഇവിടെ കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്ത് പണിയാ ഉള്ളത്? അതെ, ഈ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കിടക്കുന്ന കണ്ടില്ലേ ഈ കിച്ചണൊക്കെ? ഏതായാലും ഞാൻ ഇത് വൃത്തിയാക്കിയിട്ടേ ഇന്ന് കിടക്കുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്തിന്റെ പ്രാന്താ വേണ്ടേ? ഇവിടെ വേലക്കാരിനെ കൊണ്ട് വല്ലതും ക്ലീൻ ആക്കിക്കാലോ. എന്നിട്ട് എന്താ ഇത് ക്ലീൻ ആക്കാതിരുന്നത്? ഞാൻ ഇതൊന്ന് ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ അലീന ആ വീടിന്റെ ആ കിച്ചൺ മുഴുവനും അവിടെ ഈ സിങ്കിലൊക്കെ കറയൊക്കെ പിടിച്ചിരിക്കുകയാണെ. ക്ലാവോ കറയോ പൈപ്പിലൊക്കെ തുരുമ്പോ ഒക്കെ പിടിച്ചിരിക്കുക. അതെല്ലാം എന്തോ നാരങ്ങാ നീരോ കുറെ എന്തോ സൂത്രപ്പണികളൊക്കെ ഉണ്ട് അലീനയുടെ കയ്യില്. അതൊക്കെ കൊണ്ട് മുഴുവനും നമ്മുടെ അലീന ക്ലീൻ ആക്കുകയാണ്. ഏതായാലും ഈ ഒരു സമയത്ത് റോബർട്ട് അടുക്കളയിൽ ഒച്ചപ്പാട് കേട്ടതും പതിയെ എണീറ്റ് വന്ന് നോക്കിയപ്പം അലീന കിച്ചൺ മുഴുവൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. റോബർട്ടിന് അത്ഭുതകരമായി തോന്നി കേട്ടോ. ഏതായാലും ഈ സമയത്ത് റോബർട്ട് നിന്ന് നോക്കുന്നത് അലീന കാണുകയും ചെയ്തു. അയ്യടാന്ന് പറഞ്ഞ് റോബർട്ട് അങ്ങ് തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും, അതെ അങ്കിളെ, ഒന്നിങ്ങോട്ട് വരുവോ, എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താ നിനക്ക് ചെയ്തു തരേണ്ടത്? അതെ, ഈ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ ഒന്ന് നീക്കി തരുമോ, ഇതിന്റെ അടിഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ റോബർട്ട് എന്ത് ചെയ്തു? അലീന പറയുന്നത് കേട്ടു. അതേപടി അലീനയോട് എന്തോ റോബർട്ടിനും ഒരു ചെറിയ സ്നേഹവും സഹതാപവും ഒക്കെ ഉണ്ട് കേട്ടോ. ഇല്ലാതില്ല, എല്ലാം ഉണ്ട്. പക്ഷെ ആൻസി ഇങ്ങനെ പറയുന്നത് കൊണ്ട് ആൻസിയുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ പറ്റത്തില്ലല്ലോ.
അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഏതായാലും അലീനെ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് എന്തൊക്കെയോ എന്താ പറയാ ഒരു എന്തോ ഒരു അലീനോടൊരു സ്നേഹമോ എന്തൊക്കെയോ തോന്നുന്നുണ്ട് നമ്മുടെ ഈ റോബർട്ടിന്. അപ്പൊ റോബർട്ട് ചോദിച്ചു, നീ എന്തിനാ ഇതൊക്കെ ഇപ്പൊ ക്ലീൻ ചെയ്യുന്നത്? നിനക്ക് പോയി കിടന്ന് ഉറങ്ങത്തില്ലേന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അത് പിന്നെ ഇതൊക്കെ നേരത്തെ ക്ലീൻ ചെയ്യുമായിരുന്നു, ഞാൻ പോയി കിടക്കായിരുന്നോ? വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രമല്ല ആണുങ്ങളും കൂടെ ക്ലീൻ ചെയ്യാനൊക്കെ കൂടണം. എന്നാലേ വീട് വൃത്തി മെനയായിട്ട് കിടക്കത്തുള്ളൂ. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ആൽബർട്ടിന് ചിരിക്കണം എന്നുണ്ട്, പക്ഷെ ചിരിക്കാൻ പറ്റത്തില്ലല്ലോ അലീനയുടെ മുമ്പില്. ഗൗരവത്തോടു കൂടി തന്നെ നിന്നിട്ട് തിരിഞ്ഞ് നമ്മുടെ ആൽബർട്ട് അങ്ങ് പോയി കേട്ടോ. അലീന അവിടെ എല്ലാം ക്ലീൻ ആക്കി വൃത്തിയാക്കിയൊക്കെ ഇടുന്നുണ്ട്. കാത്തിരുന്ന് തന്നെ കാണാം ഇനി എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പൊ ഇതിന്റെ ബാലൻസ് കഥയുമായിട്ട് നാളെ രാവിലെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ കാണാട്ടോ. അപ്പൊ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ ഫോളോയും ചെയ്യണേ.